നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് API ഏരിയയാണ്. എന്താണ് API, അതുപോലെ API എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് APIs, ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റില്ലായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് വരാഞ്ഞത്. ഓക്കെ, നമുക്ക് എന്താണ് API എന്നൊന്ന് ജസ്റ്റ് നോക്കാം. API ആണ് API ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ API ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതിൽ എന്താണ് API? API മീൻസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്നാണ് കേട്ടോ. അതായത് ഒരു ബെസ്റ്റ് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവാണ്. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ഹോട്ടലിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് ആരാണ് വരുന്നത്? ഒരു വെയിറ്ററാണ് അല്ലേ. ഈ വെയിറ്റർ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഷെഫുമായിട്ട് ഷെഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഷെഫ് അത് ഉണ്ടാക്കുന്നു, തിരിച്ചത് വെയിറ്ററിനേക്ക് കൊടുക്കുന്നു. വെയിറ്റർ നമുക്ക് കൊണ്ട് സെർവ് ചെയ്ത് തരുന്നു. ഇതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ ഈ വെയിറ്റർ ചെയ്യുന്ന ജോലിയില്ലേ, അതായത് നമ്മുടെ കസ്റ്റമറും ആ ഷെഫും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഈ വെയിറ്ററാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ API വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂസറും സെർവറും തമ്മിലുള്ള, അല്ലെങ്കിൽ എൻഡ് യൂസറും അതുപോലെ തന്നെ ആ ഒരു സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു APIയിലൂടെ ആയിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാരണം API നമ്മൾ ആവശ്യമുള്ള കാര്യം APIക്ക് ചോദിക്കും. API നേരെ ആരോട് ചോദിക്കും? സെർവറിനോട് ചോദിക്കും. സെർവർ തിരിച്ച് APIക്ക് പറഞ്ഞു കൊടുക്കും. API നേരെ എൻഡ് യൂസർക്ക് ചെയ്ത് കൊടുക്കും. അതാണ് ഈ ഒരു API എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്നാണ്. ഇതൊരു സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് APIs ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഡെവലപ്പേഴ്സിനാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് API എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഈവൻ നമുക്കൊരു എക്സാമ്പിൾ, ഞാനൊരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇപ്പോൾ ഗൂഗിൾ പേ ആണ്, ഇപ്പോൾ UPI എടുത്ത് പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ പോകുന്നുണ്ട്? നമ്മളവിടെ ഗൂഗിളിൻ്റെ സെർവറിലോട്ട് കണക്റ്റ് ആകുന്നുണ്ട്. അത് എന്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്? ഒരു API കോൾ നടക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ പേയിലോട്ട് ഒരു API കോൾ പോകുന്നുണ്ട് അല്ലേ. ആ ഒരു കോൾ ചെല്ലുന്നതുകൊണ്ടാണ് നമുക്കവിടെ ഗൂഗിൾ പേയിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് ചെല്ലുന്നത്. എന്നിട്ട് എന്ത് പറ്റും? നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഈ ഒരു API തിരിച്ച് ഈ ഒരു പേജ് റീഡയറക്റ്റ് ചെയ്തിട്ട് ഹോം പേജ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലോട്ട് തിരിച്ച് വരുന്നുണ്ടല്ലോ, നമ്മളെ പേയ്മെൻറ്റ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു API കോളിലൂടെയാണ് നമ്മളെ കോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു APIക്കകത്ത് നമുക്ക് വേണ്ട, ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞല്ലേ, പേയ്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1500 റുപ്പീസ് മീൻസ് ഒരു വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 1500 എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പേയിലോട്ട് കണക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മൾ 1500 അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആ 1000 ഓൾറെഡി അത് ആ ഒരു ഇത് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും കയറി വരുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് ഓൾറെഡി വാല്യൂടെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ ഇൻപുട്ട് ചെയ്തേക്കുന്ന വാല്യൂസിനെ ഒന്ന് തിരിച്ച് റീകോൾ ചെയ്ത് ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നു. ഇറ്റ്സ് ഓക്കെ, പേയ്മെൻറ്റിലോട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മളെ പേരൻറ്റ് ഇതിലോട്ട് വരും, സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വരും അല്ലേ. ഓക്കെ, ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് ഈ പറഞ്ഞ API എന്നൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ API എന്നൊരു ഏരിയ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയൊരു വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു ഹോട്ടലിൽ വെയിറ്ററിൻ്റെ എക്സാമ്പിൾ കേട്ടോ. അതായത് കസ്റ്റമർ വന്നിരിക്കുന്നു, കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ ആരാണ് കളക്ട് ചെയ്യുന്നത്? വെയിറ്ററാണ്. ഓക്കെ, ആ വെയിറ്റർ ആരായിട്ട് നോക്കിയാൽ മതി? API ആയിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ മതി കേട്ടോ. അതായത് ഈ വെയിറ്റർ വന്നു, അവരോട് ചോദിക്കുന്നു, കസ്റ്റമേഴ്സ് ചോദിക്കുന്നു, അവർ ഓർഡർ ചെയ്യുന്നു, ബാക്ക് ടു ഈ വെയിറ്റർ നേരെ ഷെഫിൻ്റെ അടുത്ത് പോകുന്നു. എന്താണ് ഫുഡിൻ്റെ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഷെഫ് ഉണ്ടാക്കുന്നു, വെയിറ്ററിലേക്ക് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിന് അതുകൊണ്ട് വെയിറ്റർ സെർവ് ചെയ്യുന്നു കേട്ടോ. ആ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ വേറൊരു സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ്, API സെർവർ. ഓക്കെ, ഇതെല്ലാം സെയിം പാറ്റേൺ ആയിട്ട് ഇത് തന്നെയാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. ഇത് ഒരു റിക്വസ്റ്റിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. API റിക്വസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ. പക്ഷേ ഇതൊരു ഞാൻ എടുത്ത സമയത്തൊരു ഓർഡർ മിസ്മാച്ച് ആയി പോയതാണ്.
ഓക്കെ, ഇതിലൊരു ഇഷ്യൂ വന്നതാണ്. ഓക്കെ, ഇതുപോലെയാണ് ഇതുപോലെ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒരു API റിക്വസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ APIയിൽ ഇപ്പം നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്, ഗെറ്റ് റിക്വസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് റിക്വസ്റ്റുകളുണ്ട് APIയിൽ. ഈവൻ നമ്മുടെ HTTP എന്താ വെബ് പേജുകളിലല്ല, ഇവൻ അതൊരു റിക്വസ്റ്റ് മെത്തേഡുകളാണല്ലേ പോസ്റ്റ് ഗേറ്റ്. അതുപോലെ തന്നെയാണ് നമുക്ക് APIയിലും ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഗേറ്റ്, പുട്ട്, ഡിലീറ്റ് എന്ന് പറഞ്ഞ പോലെ API റിക്വസ്റ്റുകളുണ്ട് കേട്ടോ, റിക്വസ്റ്റ് മെത്തേഡുകളുണ്ട്. ഓക്കെ, ഇതൊരാണ് ഒരു എക്സാമ്പിളായിട്ട് നോക്കുക. ഓക്കെ, ഒരു API റിക്വസ്റ്റ് ആണ് കേട്ടോ. ടൈംസ് അതിൻ്റെ അകത്ത് ഓൾട്ടർനേറ്റ് എക്സ്റ്റൻഷൻ പറഞ്ഞൊരു URL-ലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിനകത്ത്. ഓക്കെ, പിന്നെ നമ്മൾ APIസിന് നമ്മൾ മേജറായിട്ട് ക്ലാസിഫിക്കേഷൻ മേജറായിട്ട് പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓപ്പൺ API എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, പാർട്ട്നേഴ്സ് API എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ഇന്റേണൽ APIs ഉണ്ട്, അതുപോലെ കമ്പോസിറ്റ് APIs എന്നുണ്ട്. അതായത് പാർട്ട്നർ APIയുടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയുടെ API ആണ്. ഗൂഗിൾ പേയുടെ API അവിടെ ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഗൂഗിൾ പേയിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയത്. അതുപോലെ തന്നെ നമ്മുടെ പേടിഎമ്മിൻ്റെ API വെക്കാം. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം എന്താ ഗൂഗിൾ മാപ്പിൻ്റെ API വെക്കാം. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ API നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ API യോട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ എന്തെങ്കിലും APIs വേണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ChatGPT റിലേറ്റഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPTയുടെ ഒരു പാർട്ണർ API ഉണ്ട്. ഓക്കെ, ഈ API കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് ഈ ഓപ്പൺ AI ബേസ് ചെയ്തിട്ട് തന്നെ, ChatGPT ബേസ് ചെയ്ത് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതിൻ്റെ API ബേസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ പാർട്ട്നേഴ്സ് API എന്ന് പറയുന്നത് കേട്ടോ. ഇത് ബാക്കിയുള്ളത് ഓപ്പൺ APIs ഉണ്ട്, ഇന്റേണൽ APIs ഉണ്ട്, കോമ്പോസിറ്റ് APIs ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കറക്റ്റ് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് API ആർക്കിടെക്ചർ സ്റ്റൈൽസുകളുണ്ട് കേട്ടോ. അതാണ് ഒന്ന് SOAP. ഓക്കെ, SOAP എന്നൊരു സ്റ്റൈലുണ്ട്, REST API ഉണ്ട്, GraphQL API ഉണ്ട്, gRPC ഉണ്ട്, WebSocket ഉണ്ട്, Webhook ഉണ്ട്. അതായത് SOAP-ലാണെങ്കിൽ XML ഫോർമാറ്റിലായിരിക്കും. XML എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കിടപ്പുണ്ട് എന്താണുള്ളത്. XML ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ആണ്, യൂസ് കേസ് ആണ് കേട്ടോ. ഇപ്പം REST API ആണെങ്കിൽ റിസോഴ്സ് ബേസ്ഡ് ഫോർ വെബ് സർവേസ്, GraphQL ആണെങ്കിൽ ക്വറി ലാംഗ്വേജ് റിഡ്യൂസ് നെറ്റ്വർക്ക് ലോഡ്, QRPC ഹൈ പെർഫോമൻസ് ഫോർ മൈക്രോ സർവീസ്, ബൈലാറ്ററൽ മറ്റത് WebSocket വരുന്നത് ഡയറക്ഷണൽ ഫോർ ലോ ലേറ്റൻസി ഡാറ്റ എക്സ്ചേഞ്ച്, Webhook എന്ന് പറയുന്നത് അസിൻക്രണസ് ഫോർ ഇവൻറ്റ് ഡ്രിവൺ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഇപ്പോൾ എന്താണ് API, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് API, അതിൻ്റെ വർക്കിംഗ് കോൺസെപ്റ്റ് മാത്രമേ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.